ത്രൂ ഔട്ടുള്ള റോൾ നിങ്ങൾക്ക് തരാം. പക്ഷേ ഒറ്റ കാര്യം, അപ്പോൾ അവർ ചോദിച്ചു ഞാൻ ഇതിനെ ട്രിവാൻഡ്രത്തേക്ക് അർജന്റായിട്ട് വരുന്നത്, അത് നിങ്ങൾ ഡയറക്ടർക്ക് ഒന്ന് കാണണം, പ്രൊഡ്യൂസർക്ക് ഒന്ന് കാണണം. അതെന്താ കാര്യം, അവരുടെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല അവിടെ. കാരണം ഒരു PSC എഴുതണമെങ്കിൽ, PSCക്ക് നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അത് റാങ്ക് ലിസ്റ്റിൽ വരണം എന്നതുപോലെയാണ് പ്രൊഡ്യൂസറുടെയും പ്രോഗ്രാം കൺട്രോളറുടെയും ഡയറക്ടറുടെയും കിടപ്പറ പങ്കിട്ട ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നടിമാരായി മുന്നോട്ട് അഭിനയിക്കാൻ പറ്റൂ. നടന്മാരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. കാരണം ആരാധനാ ബിംബങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് പക്ഷേ തെളിയിക്കപ്പെടണം. അത് മീഡിയാസ് അല്ല ഇവിടുത്തെ കോടതി എന്ന് പറയുന്നത്. മീഡിയാസ് ഒരിക്കലും കോടതി സമയമില്ല, അവർ പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംശയത്തിന്റെ നിലയിൽ പല നടിമാർ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ സംശയത്തിന്റെ നിലയിലുള്ള കുറെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കപ്പെടാൻ നമുക്ക് അങ്ങനെ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലേക്കാൾ മുകളിലാണോ ഇവിടെയുള്ള മീഡിയ? മുകളിലെന്നല്ല, നിയമവ്യവസ്ഥയ്ക്ക് കൂടി ഇത് അറിയേണ്ടതുണ്ട്. കാരണം ഇത് ജനങ്ങൾ അറിയണം. കാരണം ജനങ്ങളിലൂടെയാണ് നടന്മാരും നടിമാരും ഈ സിനിമാ ലോകവും വളർന്നില്ലാത്ത കാര്യമാണ്. അവരുടെ ശരീരമാണ് മാനദണ്ഡം എന്ന് എന്തർത്ഥത്തിലാണ്? ആരാണ് ഇവർക്ക് ആ ധൈര്യം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ സുപ്രീം കോർട്ടും നിയമങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇന്ന് WCC അതുപോലെ ഹേമ കമ്മീഷൻ എല്ലാവർക്കും ഒരു ധൈര്യമാണ്, എല്ലാവർക്കും ഊർജ്ജമാണ് നൽകുന്നത്. കാരണം ഇനി ഒരു വരുന്ന തലമുറയിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരരുത്. അത് ശരീരമാണ് ഒരു മാനദണ്ഡം എന്ന് പറയേണ്ടി വരരുത്. സിനിമയിൽ അഭിനയിക്കാൻ കഴിവ് മാത്രമായിരിക്കണം പരിഗണിക്കേണ്ടത്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, ശനിദശയിലേക്ക് സ്വാഗതം. ഞാൻ ശാരിക. ഞാൻ ശിവജിത്ത്. ശിവജിത്തെ, എന്താണ് ഈ കേൾക്കുന്നത് അല്ലേ? നമ്മൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ തകർന്നടിഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസവും ഓരോ കഥകളല്ല, ഫാക്റ്റുകൾ. ലൈവായിട്ട് ആൾക്കാർ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു, എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു, എന്നെ മുറിയിൽ പൂട്ടിയിട്ടു, 3-4 ദിവസം പീഡിപ്പിച്ചു. നമ്മുടെ മലയാള സിനിമയിൽ തന്നെയാണോ ഇതെല്ലാം നടക്കുന്നതെന്ന്? പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ശരിക. ഈ ആരാധനാ ബിംബങ്ങളെല്ലാം തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോഴും ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോടതി അയാൾ കുറ്റവാളിയാണെന്ന്, അല്ലെങ്കിൽ കോടതിയിൽ അയാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നിടം വരെ അയാൾ നിരപരാധിയാണ്, സംശയത്തിന്റെ നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന ശിവജിത്തെ ഇരകളാണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും സംശയത്തിന്റെ നിഴലിൽ വന്ന് ഡോക്യുമെന്റ്സ് വിതരണം നടത്തുകയല്ല. പക്ഷെ ആ ഒരു ഇരകളുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് റീസെന്റ് ആയിട്ട് ഇപ്പം സോണിയ മൽഹാർ എന്ന് പറയുന്ന ജൂനിയർ ആക്ട്രസ് വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജയസൂര്യനെ പറ്റിയിട്ട്. പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷെ എല്ലാ ആളുകൾക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു അത് ജയസൂര്യ ആണെന്നുള്ളത്. കാര്യം 2013 നടന്നിട്ടിരുന്ന ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് സോണിയ മൽഹാറിനെ ഇതുപോലെ കടന്നു പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു സോണിയ മൽഹാർ പറയുന്നത്. അപ്പം അന്ന് സോണിയ മൽഹാർ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും, അല്ലെങ്കിൽ അതിനകത്ത് എന്താ പറയുക, എനിക്കത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്മാറി പോവുകയും, പിന്നീട് ഇന്ന് വന്നിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിന്നോട്ടൊന്ന് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കിന് 2020 വരെ, അതായത് ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് 2013 പക്ഷെ 2020 വരെയാണെങ്കിൽ ഇതേ സോണിയ മൽഹാർ എന്ന് പറയുന്ന ജൂനിയർ ആക്ട്രസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ജയസൂര്യ ഹാപ്പി ബർത്ത്ഡേ ജയസൂര്യ എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ബ്ലൈൻഡ്സിന്റെ എന്തോ ഒക്കെ പറഞ്ഞു ഭയങ്കര സപ്പോർട്ട്. പക്ഷെ ഒരാളെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത് കൊണ്ടോ, കൂട്ടത്തിൽ ഇരുന്നത് കൊണ്ടോ, ഒരുമിച്ച് ചായ കുടിച്ചോ കൊണ്ടോ അയാളെ കിടപ്പറയിലേക്ക് വിളിക്കുന്ന ആ ഒരു നിലപാട് ഈ നടന്മാർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? അതായത് ഒരു സെറ്റിൽ വരുമ്പോൾ ഒരുമിച്ച് ചായ കുടിച്ചെന്നോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തെന്നോ, ടാഗ് ചെയ്തെന്നോ, ഇൻസ്റ്റാഗ്രാമിൽ പേജ് ടാഗ് ചെയ്തെന്നോ കരുതി എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് നടിമാരെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ എന്തു ആയിക്കോട്ടെ ആ ഫീൽഡിൽ കിടപ്പറ അല്ലെങ്കിൽ ശരീരമാണ് മാനദണ്ഡം എന്ന് എന്തർത്ഥത്തിലാണ്? ആരാണ് ഇവർക്ക് ആ ധൈര്യം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ സുപ്രീം കോർട്ടും നിയമങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അവിടെ ഒരു സംശയത്തിന്റെ നിഴലിൽ മാത്രമാണ് ഇവർ കഴിയുന്നത്. കാര്യം 2020 ശേഷമാണ് ഇവർ പിന്നീട് അങ്ങനത്തെ പോസ്റ്റോ കാര്യങ്ങളൊന്നും ഞാൻ അതാ കംപ്ലീറ്റ് ചെയ്യട്ടെ. സോണിയ മൽഹാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും പിന്നീട് അങ്ങനത്തെ പോസ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 2020 ശേഷം എന്തെങ്കിലും ചില തെറ്റിദ്ധാരണകളോ കാര്യങ്ങളൊക്കെ ഇവർ പിരിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പിന്നീട് ഒരു അവസരം കിട്ടിയപ്പം എന്തെങ്കിലും കാരണം കൊണ്ട്, എന്തു കാരണം കൊണ്ടാണോ തെറ്റിപ്പിരിഞ്ഞത്, അതിനൊരു പ്രതികാരം എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ വന്ന് സംസാരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സോണിയ മൽഹോത്രയുടെ കാര്യം, അവര് 2013 ഈ വിഷയം പറയുന്നു, 2000 അങ്ങനെ കുറെ കാര്യങ്ങൾ ശിവ പറഞ്ഞല്ലോ. പക്ഷെ ഇന്ന് രാവിലെ മിനു എന്ന് പറഞ്ഞ നടി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവരാണ് വന്ന് പറഞ്ഞത്, അവർ 2 കുട്ടികളുടെ അമ്മയാണ്, പെൺകുട്ടികളുടെ അമ്മയാണെന്ന് അവർ പറയുന്നുണ്ട്. ഒരു നടൻ, ആ നടന്റെ പേര് ഞാൻ പറയാം, അടുത്ത ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇത് പൊളിറ്റിക്കലി എന്നെ എന്താണ് അതിനകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ അവർ പറയാം, അവരിലെ ആ ഒരു പെണ്ണത്വം അറിയാതെ ആരോടും പറയേണ്ടെന്ന് കരുതി അവർ കുടുംബമായിട്ട് സെറ്റിൽ ചെയ്ത് കഴിയുന്നു. സപ്രസ് ചെയ്ത് കഴിയുമ്പോഴും അവർക്ക്
പറയാതിരിക്കാൻ പറ്റില്ലെന്നാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു ധൈര്യം എവിടെ നിന്നുണ്ടായെന്ന് ഞാൻ പറയട്ടെ. ഈ WCC നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതിജീവിത ഇവരൊക്കെയാണ് ഇതിന്റെയൊക്കെ ഇവർക്കൊരു മാതൃകയായി മാറുന്നത്. കാരണം ഇതിന് മുമ്പ് 10 വർഷം അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്, 12 വർഷങ്ങൾക്ക് മുൻപ് ഇത് ചെയ്യാതിരിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്താനും അവരുടെ അവസരങ്ങൾ, അവർക്ക് സിനിമയിലേക്കുള്ള വാതിലുകൾ കൊട്ടിയടയ്ക്കാനും ഇവർ ഒരു മഹാമേരുവായിട്ട് നിന്നിരുന്നു. എന്നാൽ ഇന്ന് WCC അതുപോലെ ഹേമ കമ്മീഷൻ എല്ലാവർക്കും ഒരു ധൈര്യമാണ്, എല്ലാവർക്കും ഊർജ്ജമാണ് നൽകുന്നത്. കാരണം ഇനി ഒരു വരുന്ന തലമുറയിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരരുത്. അത് ശരീരമാണ് ഒരു മാനദണ്ഡം എന്ന് പറയേണ്ടി വരരുത്. സിനിമയിൽ അഭിനയിക്കാൻ കഴിവ് മാത്രമായിരിക്കണം പരിഗണിക്കേണ്ടതെന്ന് അത് തീർച്ചയായിട്ടും ഊന്നി പറയുകയാണ് ഇന്ന് മുന്നോട്ട് വരുന്ന ഓരോ മൊമെന്റും. നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൊമെന്റ് പോലും ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളും പഴയ നടിമാരും എല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം പറയുന്നതിനോട് പറഞ്ഞത് വെച്ചിട്ട് ഇപ്പം അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ ഒരു സിനിമയിലേക്ക് അഭിനയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മോശമായിട്ടുള്ള അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോഴും ഇവിടെ ഓരോ നടന്മാരുടെ പേരുകൾ ഇവിടെ എടുത്തെടുത്ത് ഓരോ ആളുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും ഇവിടെ തെളിവുകളോ അല്ലെങ്കിൽ ഇത് തെളിയിക്കപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ജയസൂര്യ കേസിലാണെങ്കിൽ പറഞ്ഞിട്ടുള്ള ഇതേ സോണിയ മൽഹാറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഇങ്ങനെയാണ് എന്നല്ല. മിനുവിന്റെ കാര്യത്തിൽ എന്താണ് ശിവന് പറയാനുള്ളത്? അത് ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും മന്ത്രിസഭ പോലീസ് അന്വേഷണത്തിനായിട്ട് ഉത്തരവിടുന്നുണ്ട്. അതിനുള്ള ചർച്ചയിൽ അവരോട് നടക്കുന്നത്. പക്ഷേ ആരോപണങ്ങൾ പറയുമ്പോൾ കോടതിയിലുള്ള ഒരു ഉത്തരവാണ് ഇരയുടെ മൊഴിമതി. തെളിവുകൾ അവർ കണ്ടെത്തിക്കോളും. അവരാണ്, അതായത് പറയുന്ന നടന്മാരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. കാരണം ആരാധനാ ബിംബങ്ങളാണ്. ഒരു ജോലി ചെയ്തിട്ട് മറ്റേ ആരാധിച്ചതല്ല. അവരുടെ പ്രൊഫഷൻ, അവരുടെ മാതൃകാ പുരുഷന്മാരായിട്ട് ജനങ്ങൾ കാണുന്നതാണ് സിനിമാ നടന്മാർ. ഇപ്പോ ജയസൂര്യ അഭിനയിക്കാൻ വരുന്ന ജയസൂര്യയുടെ കാര്യമാണ് എടുത്തിട്ട് പറഞ്ഞ കത്തനാരെന്ന് പറഞ്ഞു. കത്തനാർ ആരാണ്? എല്ലാവർക്കും മാന്ത്രികരെന്ന്, നമുക്ക് ആരാധനയുള്ള ഒരു ഫോക്ക് ടെയിലുള്ള ഒരു നായകനാണ്. ശാരിക പറഞ്ഞത് കോടതിയിൽ നിന്ന് ഇപ്പം ഇര പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇര വന്ന് പറയുന്നത് മീഡിയാസിന്റെ മുന്നിൽ മാത്രമാണ്. അപ്പം അത് പിന്നെ ആരോടെ മീഡിയാസ് ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ ഇത്രയും പുറലോകം അറിഞ്ഞത്. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിയേക്കാൾ മുകളിലാണോ ഇവിടെ ഉള്ള മീഡിയ? മുകളിലെന്നല്ല, നിയമവ്യവസ്ഥയ്ക്ക് കൂടി ഇത് അറിയേണ്ടതുണ്ട്. കാരണം ഇത് ജനങ്ങൾ അറിയണം. കാരണം ജനങ്ങളിലൂടെയാണ് നടന്മാരും നടിമാരും ഈ സിനിമാ ലോകവും വളർന്നു സംശയമില്ലാത്ത കാര്യമാണ്. അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇല്ല, അവർ സിനിമ കാണില്ലെങ്കിൽ ഇല്ല, സിനിമ തീർന്നു. അതെ, തീർച്ചയായിട്ടും അത് സിനിമ തീർന്നു. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് പറയേണ്ടത് കോടതിയിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അങ്ങനെ തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വിവരാവകാശം കൊടുത്ത ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ്. 5 വർഷമാണ് ഇത് പൂർത്തിവെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് അറിയാനുള്ള ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെക്കാൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നിയമവ്യവസ്ഥയെ സമീപിക്കാം. അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും അവരുടെ കാര്യങ്ങളും. ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഈ നിയമ. അപ്പൊ ശിവ എന്താണ് പറഞ്ഞു വരുന്നത്? ഈ പെണ്ണുങ്ങളെല്ലാം മോശക്കാരാണ്, നടികളെല്ലാം മോശക്കാരാണ്, നടന്മാരെല്ലാം കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് പക്ഷെ തെളിയിക്കപ്പെടണം. അത് മീഡിയാസ് അല്ല ഇവിടുത്തെ കോടതി എന്ന് പറയുന്നത്. സംശയത്തിന്റെ നിലയിൽ പല നടിമാരും ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ സംശയത്തിന്റെ നിലയിലുള്ള കുറെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കപ്പെടാൻ നമുക്ക് അങ്ങനെ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കുറെ ആളുകൾക്ക് ഒരു മസാല ചിത്രം കാണുന്ന പോലെ അല്ലെങ്കിൽ മസാല ചുവയുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും. നിങ്ങളൊരു പുരുഷനായതുകൊണ്ടാണ് നിങ്ങൾ ഒരു മസാല ചിത്രം കാണുന്ന ലാഘവത്തോടു കൂടി ഓരോരുത്തരും അല്ലല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരിൽ പുരുഷനും സ്ത്രീകളും അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു മസാല ചിത്രത്തിന്റെ ലാഘവത്തോടു കൂടി പറയുന്നത്? കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഏതൊരാൾക്കും ഇഷ്ടം മസാലയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ട്രെൻഡിങ് എന്താണോ ആ ട്രെൻഡിനനുസരിച്ച് മാറുന്ന മസാല ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള സമൂഹത്തിന് അവഗണിക്കുന്ന മസാല ചിത്രങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും അവർക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഷയമാണിത്. കാര്യം സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം ചില കാര്യങ്ങളൊക്കെ അവർക്ക് മസാല തന്നെയാണ്. അത്തരം ആളുകൾ സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ ശിവജിത്ത്, ഈ മിനു എന്ന് പറഞ്ഞ വ്യക്തി പറയുമ്പോൾ അവരുടെ ഫോൺ കോൾസും ചാറ്റ് റെക്കോർഡ്സും അവരുടെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവര് നിങ്ങൾ പറഞ്ഞ നിയമത്തിന് മുന്നിൽ ഒരു പുറത്ത് കാണിക്കും. അപ്പോൾ അവർ പറയുന്ന ഒരു മാസം മുമ്പ് അവരെ ഇവിടുന്ന് നാട്ടിൽ നിന്ന്, അവർ ചെന്നൈയിലാണ്, അവർ നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരുന്നു, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അർജന്റ് ആയിട്ടൊന്ന് വരണം, ബിന്ദു പണിക്കരുടെ അത്രയും റോളുള്ള ത്രൂ ഔട്ടുള്ള ഒരു റോൾ നിങ്ങൾക്ക് തരാം. അല്ല, ഞാൻ പറയട്ടെ, ത്രൂ ഔട്ടുള്ള റോൾ നിങ്ങൾക്ക് തരാം. പക്ഷേ ഒറ്റ കാര്യം, അപ്പൊ അവർ ചോദിച്ചു ഞാൻ ഇതിനെ ട്രിവാൻഡ്രത്തേക്ക് അർജന്റ് ആയിട്ട് വരുന്നത്, അത് നിങ്ങൾ ഡയറക്ടർക്ക് ഒന്ന് കാണണം, പ്രൊഡ്യൂസർക്ക് ഒന്ന് കാണണം. അതെന്താ കാര്യം? അവരുടെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ. അതാണ് സിനിമാ ലോകം എന്ന ടാഗ് ലൈൻ വെച്ചിരിക്കുന്നത്. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്തു കൊടുക്കുന്നത്? നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല അവിടെ. കാരണം ഒരു PSC എഴുതണമെങ്കിൽ, PSCക്ക് നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അത് റാങ്ക് ലിസ്റ്റിൽ വരണം എന്നതുപോലെയാണ് പ്രൊഡ്യൂസറുടെയും പ്രോഗ്രാം കൺട്രോളറുടെയും ഡയറക്ടറുടെയും കിടപ്പറ പങ്കിട്ട ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നടിമാരായി മുന്നോട്ട് അഭിനയിക്കാൻ പറ്റൂ എന്ന് പറയുന്നിടത്താണ്
ഇവിടുത്തെ വൈകൃതങ്ങൾ കിടക്കുന്നത്, ഈ മലയാള സിനിമയുടെ ഓർത്ത് നമ്മൾ നാണം കെട്ട് പോകുന്നത്? അത് ശിവജിത്തിന് നിഷേധിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റും. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രം നിനക്ക് ഞാനൊരു റോൾ തരാം എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ഒരു നോ പറയാൻ ഒരു സ്ത്രീക്ക് കഴിയണം. പിന്നെ ഇന്ന് പഴയ കാലത്ത് അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ സോഷ്യൽ മീഡിയ ഒരു പ്രാധാന്യം വരുന്നത്. കാര്യം ഇത്തരം ആളുകളുടെയൊക്കെ മുഖംമൂടി അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റിനെ പ്രേരിപ്പിക്കുന്ന ആളുകളുടെ മുഖംമൂടി ആ സമയത്ത് വേണം വലിച്ചു കീറാനൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പം ഒരു ആരോപണം എന്നുള്ള രീതിയിൽ മാത്രമേ ഇതിലെ പല കാര്യങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ആരോപണം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? തന്നെ കുറിച്ച് ഞാൻ ആരോപിക്കുമ്പോഴത്തേക്ക് ഇരകൾ വന്ന് അതിനെ, നമ്മുടെ നാട്ടിൽ ഇരകൾ വന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടി. കാരണം ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം, ആരോപണം അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നടന്മാർക്കാണ്. ഇപ്പൊ മീഡിയാസ് വന്ന് പറയുന്നത് നടന്മാർ കോടതിയിൽ പോയി തെളിയിക്കട്ടെ. തീർച്ചയായിട്ടും അത് മീഡിയാസിന്റെ മുന്നിൽ അല്ല ഒരിക്കലും തെളിയിക്കേണ്ടത്. തീർച്ചയായിട്ടും. എന്തായാലും മീഡിയകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇരകളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ സംഭവിച്ച ഇങ്ങനെയുള്ള ഒരു അതിക്രമത്തെക്കുറിച്ച് പുറലോകം അറിയാൻ തീർച്ചയായിട്ടും സാധിച്ചത്. എന്തായാലും ഇത് നിയമത്തിന്റെ വഴിയിലേക്ക് ഉടൻ തന്നെ വരുമെന്നും അതിക്രമം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നും നമുക്ക് വിശ്വസിക്കാം. നന്ദി.